എൻ്റെ ഫ്രോക്ക് നൈറ്റി ബിസിനസ്സിന് ഞാൻ വാങ്ങിച്ച കുറച്ച് മെറ്റീരിയൽസ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആദ്യമായിട്ട് പ്ലെയിൻ മെറ്റീരിയലാണ്, റെഡും ബ്ലാക്കും മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പ്ലെയിൻ മെറ്റീരിയൽ കൂടുതലും ആളുകൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളേഴ്സാണല്ലോ, റെഡും ബ്ലാക്കും. അങ്ങനെ അത് രണ്ടെണ്ണം എടുത്തുള്ളൂ. ഇത് മിക്സ് ആൻഡ് മാച്ചിൻ്റെ മെറ്റീരിയലാണ്. ഒരു ബ്ലൂ, ബ്ലാക്കിനകത്ത് ബ്ലൂ വരുന്ന ഷെയ്ഡ്. ഇതെല്ലാം ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഫ്രോക്ക് നൈറ്റി ബിസിനസ്. വരും ദിവസങ്ങളിൽ ഫ്രോക്ക് നൈറ്റീസിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ചിൻ്റെ നൈറ്റി ബിറ്റാണ്. പിന്നെ വരുന്നത് അജ്രക്കാണ്. ഇതെല്ലാം അജ്രക്കിൻ്റെയാണ്. ഇത് മീഷോ വഴി ഞാൻ സെല്ല് ചെയ്തിരുന്നു. ഇതിൻ്റെ 2 പീസ് നൈറ്റി ബിറ്റ്. ഇതെല്ലാം അജ്രക്കിൻ്റെയാണ്. ഇതെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. എല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും ഒരേ മോഡൽ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ വരുന്ന, ഒരേ പ്രിൻ്റ് തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ വരുന്ന മെറ്റീരിയൽസ്. നമ്മൾ ഹോൾസെയിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. സെറ്റായിട്ട് അവർ വാങ്ങിക്കുമ്പോൾ നമുക്ക് തരത്തുള്ളൂ. ഇത് വേറെ മെറ്റീരിയലാണ്. കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ നന്നായിരിക്കും. ഇതൊക്കെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ വരുന്നതാണ്. ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. എനിക്കിത് കണ്ടപ്പോഴേ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രിൻ്റാണ്. എല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്. എൻ്റെ കസ്റ്റമേഴ്സിനും ഏറ്റവും നല്ല മെറ്റീരിയൽ നോക്കി തന്നെയാണ് ഞാൻ എടുത്ത് ഫ്രോക്ക് നൈറ്റി ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു കഫ്താനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരിതാണ്. ശരിക്കും മെയിനായിട്ട് ഫ്രോക്ക് നൈറ്റിയെക്കാട്ടിലും ഇത് കഫ്താനൊക്കെ അടിക്കാനായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷെ നമ്മളിവിടെ ഫ്രോക്ക് നൈറ്റിയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസാണ്. എന്നെപ്പോലൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കും. ഞാൻ വളരെ വലിയ സൗകര്യത്തിൽ ഒന്നുമല്ല, എൻ്റെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ തുടങ്ങുന്നൊരു